തിരുവനന്തപുരം പാർലയം മാർക്കറ്റ് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി കച്ചവടക്കാർക്ക് പകരം നൽകിയ കെട്ടിടത്തിന് ഹൈക്കോടതിയുടെ സ്റ്റേ. കണ്ണിമാര മാർക്കറ്റിലെ കച്ചവടക്കാരുടെ ഹർജിയിലാണ് കോടതി ഉത്തരവ്. മാലിന്യ കൂമ്പാരത്തിനിടയിൽ കച്ചവടക്കാർക്കായി നഗരസഭ പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകിയ വാർത്ത ജനം TV സംപ്രേഷണം ചെയ്തിരുന്നു. പാളയത്ത് കച്ചവടക്കാരെ ശ്വാസം മുട്ടിക്കുന്നതായിരുന്നു സർക്കാരിന്റെ പുതിയ പരിഷ്കാരം. പാളയം മാർക്കറ്റ് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി കച്ചവടക്കാർക്ക് പകരം കെട്ടിടം നഗരസഭ നിർമ്മിച്ചു നൽകി. എന്നാൽ മാലിന്യങ്ങൾ തള്ളുന്ന ടാങ്കിന് സമീപത്താണ് താൽക്കാലിക കെട്ടിട സമുച്ചയം നിർമ്മിച്ചത്. കെട്ടിടങ്ങളിലും ഷെഡുകളിലും ജനാലകളോ വെള്ളമോ വൈദ്യുതി കണക്ഷനോ ഇല്ല. പിന്നാലെ ഉടൻ കച്ചവടക്കാർ മാറണമെന്ന നഗരസഭയുടെ ഭീഷണിയും. തുടർന്നാണ് കന്നിമേര മാർക്കറ്റിലെ കച്ചവടക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. കച്ചവടക്കാരുടേത് ജീവിക്കാനുള്ള പോരാട്ടമാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് SS മനോജ് പ്രതികരിച്ചു. ഇത്തരത്തിലൊരു കോടതിയുടെ ഉത്തരവ് സ്വാഗതാർഹമാണ്. ഇത് ജീവിക്കുവാനായിട്ട് വളരെയധികം കഷ്ടപ്പെടുന്ന ചെറുകിട ഇടത്തരം വ്യാപാരികൾ, പ്രത്യേകിച്ച് അവര് കുടിയൊഴിപ്പിക്കപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് കാലയെ കൂട്ടി പരിഹരിച്ച് ചെയ്യാൻ ബാധ്യതപ്പെട്ട അതോറിറ്റീസ് അതിന് ചെയ്യാതെ വരുമ്പോഴാണ് വ്യാപാരികൾക്ക് പലപ്പോഴും പ്രതിരോധം സൃഷ്ടിക്കേണ്ടി വരുന്നത്. അപ്പം അത്തരത്തിലൊരു പ്രതിരോധം സൃഷ്ടിച്ചു എന്നുള്ളതല്ലാതെ നഗരസഭയുടേതോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റിയുടേതായിട്ട് വരുന്ന ഒരു വികസന പദ്ധതികൾക്കും വ്യാപാരികൾ എതിരല്ല. ഈ മാസം 10 വരെ വ്യാപാരികളെ ഒഴിപ്പിക്കാൻ പാടില്ലെന്നാണ് ഉത്തരവ്. പുതിയ കെട്ടിടത്തിൽ വയോധികർക്കുൾപ്പെടെ അനുവദിച്ചിരിക്കുന്നത് കെട്ടിടത്തിന്റെ 3ാമത്തെ നിലയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി മാലിന്യങ്ങൾ നീക്കാതെ പുതിയ കെട്ടിടത്തിലേക്ക് മാറില്ലെന്ന ഉറച്ച നിലപാടിലാണ് കച്ചവടക്കാർ. ജനം, തിരുവനന്തപുരം.